സാഗർ ഹോട്ടൽ വണ്ടൂർ സാഗർ ഹോട്ടലുണ്ട്. നിങ്ങൾ വാണിയമ്പലം സാഗർ ഹോട്ടൽ കേട്ടിട്ടുണ്ടാവും. കുറേ കാലമായിട്ടുള്ള ഒരു ഹോട്ടലാണ് വാണിയമ്പലം സാഗർ ഹോട്ടൽ. എല്ലാ ഐറ്റംസും കിട്ടുന്നതാണ്. ഇത് നമ്മുടെ വണ്ടൂരത്തെ സാഗർ ഹോട്ടലാണ്. വണ്ടൂർ നമ്മുടെ സിറ്റി തന്നെയാണ്. അതായത് നമ്മളൊരു പാർക്കൊക്കെ വരുന്നുണ്ടല്ലോ, ടൗൺ സ്ക്വയർ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നിങ്ങളിപ്പോൾ കണ്ടത് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി റൂംസൊക്കെ ഒരുപാടുണ്ട്, AC റൂമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫുഡ് ഐറ്റംസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി റൈസ്, അതേപോലെ ചിക്കൻ പീസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചിക്കൻ്റെ ഒരു കടായി ഉണ്ട്, അതും അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചിക്കൻ പീസും നല്ല അത്യാവശ്യം വലിയ ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബിരിയാണി റൈസിൻ്റെ ഒക്കെ കൂടെ നമുക്കൊരു സാലഡും അതേപോലെ ഒരു അച്ചാറും ഒക്കെയാണ് അതിൻ്റെ കൂട്ടത്തിലുള്ളത്. ബിരിയാണി ഒക്കെ അതേപോലെ വിളമ്പി അതിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് ചിക്കൻ പീസിൻ്റെ കൂടെയും അതേമാതിരി ചിക്കൻ കടായിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അവിടെ വേറെ ഒരു സാധനം അവൈലബിൾ ഉള്ളത് എല്ലായിടത്തെയും പോലെ തന്നെ പൊറോട്ട വിത്ത് ബീഫൊക്കെ വേറെ ലെവൽ സാധനമാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും അടിപൊളി ടേസ്റ്റുമാണ്. ഞാൻ അവിടുന്ന് ട്രൈ ചെയ്തത് ബീഫും പൊറോട്ടയാണ്. അതേപോലെ ബീഫിൻ്റെ കൂടെ അല്ലാതെ പൊറോട്ട നമുക്ക് ചിക്കൻ്റെ കടായിയുടെ കൂടെയും അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യൂ. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, ഒരുപാട് രാവിലെയൊക്കെ പിന്നെ മസാല ദോശ, നെയ്റോസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ മന്തി റൈസും അൽഫാം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. വണ്ടൂർ യാത്ര ചെയ്യുന്നവർക്ക് ഇരുന്ന് കഴിക്കാനും ഫാമിലി ആയിട്ട് ഇരിക്കാനും കഴിക്കാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ മുന്നിലൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. അവിടെ വന്നാൽ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ബിരിയാണീൻ്റെ ക്വാണ്ടിറ്റിയാണ്. ചിക്കൻ ബിരിയാണിയിൽ 2-3 വലിയ പീസും ചിക്കനും അതുപോലെ റൈസും ഒക്കെയാണ് ഉള്ളത്. അതേപോലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. അതും അത്യാവശ്യം 2-3 വലിയ കഷ്ണം ആണ് അതിൽ വന്നിട്ടുള്ളത്. അതേപോലെ നല്ല ക്വാണ്ടിറ്റി റൈസും ബിരിയാണി റൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ആണ് നമ്മൾ കഴിച്ചതും തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റി സംഭവം തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോയത്. ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന ഒരു പല ഐറ്റംസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം നന്നായി, എല്ലാം നല്ല ടേസ്റ്റിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ആരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് വണ്ടൂരിൽ. ഒരുപാട് ഇരുന്ന് കഴിക്കാനും പാർക്കിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു ഓപ്ഷനാണ് വണ്ടൂരിലെ. എന്തായാലും വണ്ടൂർ വഴി വരുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇനിയും നമുക്ക് ഒരുപാട് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കണമെങ്കിൽ നിങ്ങളെല്ലാവർക്കും അത് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. താങ്ക്